ഹലോ ഫ്രണ്ട്സ്, ഈദ് മുബാറക്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ പെരുന്നാളിന് ഉണ്ടാക്കിയിട്ടുള്ള പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് പൈനാപ്പിൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേൾക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പൈനാപ്പിൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയാൽ മതി. അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. ഈ സമയം കൊണ്ട് നമുക്കൊന്ന് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ചൈന ഗ്രാസ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിളത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഷുഗർ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ ടിന്ന് മിൽക്ക് മെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാല് ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പാലും ചൈന ഗ്രാസും ചൂട് വേണം, എങ്കിലേ പുഡിങ് നന്നായിട്ട് സെറ്റായി വരും. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കൈ വിടാണ്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടില്ലാണ്ട് മിക്സ് ചെയ്യട്ടോ. ഇനി നമുക്കിത് പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ വിടാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൈനാപ്പിളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് പുഡിങ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പുഡിങ് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഡിങ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കട്ടോ. ഇപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞാൻ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പുഡിങ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പുഡിങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പൈനാപ്പിളൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾന്ന് വേണം കേട്ടോ പ്രസ് ചെയ്യാൻ. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.